ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങൾ, അത് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് അല്ലേ. ഓരോ ഉദാഹരണം വീതം, വാക്കുകൾ ഓരോ ഉദാഹരണം വീതം നമ്മൾ പഠിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വ്യഞ്ജനാക്ഷരങ്ങൾ ഓരോന്നും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ എഴുതുന്നത് ഡിസോർഡർ ആയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലേ. അക്ഷരങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നു, പക്ഷെ അത് ഓർഡറിൽ എങ്ങനെ എഴുതാം, ഓർഡറായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ. നമുക്ക് നോക്കാം. വായോ. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് ഓർഡറിൽ ഓരോന്ന് പഠിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും എന്ത് ചെയ്യാം? ഓർഡറായിട്ട് നമുക്ക് പഠിക്കാം. ടീച്ചർ എഴുതാണ് കേട്ടോ. ടീച്ചർ ഓരോ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിച്ചപ്പോൾ ശബ്ദങ്ങൾ പറഞ്ഞിരുന്നു. അത് ചിലതൊക്കെ നിങ്ങൾക്ക് ചില അക്ഷരങ്ങൾ വേറൊരു അക്ഷരത്തോട് നിങ്ങൾക്ക് സാമ്യം തോന്നും, സെയിം ആയിട്ട് ശബ്ദം വരുന്ന പോലെ തോന്നും. പക്ഷെ വ്യഞ്ജനാക്ഷരങ്ങൾ ഇപ്പൊ നമ്മൾ ഓർഡറായിട്ട് പഠിക്കുമ്പോൾ എന്താണ്, അത് എങ്ങനെയാണ് അതിന്റെ ശബ്ദത്തിന്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. എന്താണ്? ക, ഖ, ഗ. കുറച്ചുകൂടി ചെറുതായിട്ട് ടീച്ചർ എഴുതാം, അപ്പോഴാണ് ബോർഡിൽ സെറ്റ് ആവുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. ക, ഖ, ഗ, ഖ, ങ. കേട്ടോ? ക, ഖ, ഗ, ഖ, ങ. അടുത്തത് നോക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ തന്നെയല്ലേ? പഠിച്ചില്ലേ ഈ അക്ഷരങ്ങളും ഉദാഹരണങ്ങൾ ചേർത്ത് ഓരോ വാക്കുകൾ, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഈ ടീച്ചർ എഴുതി കഴിഞ്ഞിട്ട് അത് പ്രൊനൗൺസ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം ക്ലിയർ ആവും. ഇതിപ്പോ ക, ഖ, ഗ, ഖ, ങ. ച, ഛ, ജ, ഛ, ഞ. ട, ഠ, ഡ, ഠ, ന. ത, ധ, ദ, ധ, ന. പ, ഫ, ബ, ഫ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ല, ഴ,
കണ്ടോ? ഇതാണ് നമ്മൾ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ. നമ്മൾ ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി ടീച്ചർ ഇത് പ്രൊനൗൺസ് ചെയ്യാം, ഉച്ചരിക്കാം. അപ്പൊ എങ്ങനെയാണ് ശബ്ദങ്ങളുടെ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. ക, ഖ, ഗ, ഖ, ങ, ച, ഛ, ജ, ഛ, ഞ, ട, ഠ, ഡ, ഠ, ണ, ത, ധ, ദ, ഥ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. കണ്ടോ? അതൊന്ന് പറയട്ടെ ടീച്ചർ. ഇത് നിങ്ങൾക്ക് ഓർഡർ തെറ്റിപ്പോകാതിരിക്കാൻ. ഇപ്പോ ക, ഖ, ഗ, ഖ, ങ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ഓർഡർ ഏതാണെന്ന് അറിയില്ല. ച വരണോ, ട വരണോ, ത വരണോ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതിൻ്റെ ഒരു ലൈൻ ടീച്ചർ പറഞ്ഞു തരാം എങ്ങനെയാന്നുള്ളത്. ആദ്യത്തെ ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ക, ച, ട, ത, പ. ഒന്ന് പറഞ്ഞേ. ക, ച, ട, ത, പ. കണ്ടാ? ക, ച, ട, ത, പ. കണ്ടാ? ആ ഓർഡർ തെറ്റാതെ. അപ്പൊ ക ആദ്യത്തെ ലൈൻ, ച 2, 3 ട, 4 ത, 5 പ. കണ്ടാ? ഈ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ മതി. കച്ചേട്ട തപ്പ എന്ന് പറഞ്ഞേ. കച്ചേട്ട തപ്പ. അപ്പൊ നമുക്ക് ഓർമ്മ വരും. ആദ്യത്തെ ക. അപ്പൊ ക, ക, ഖ, ഗ, ഖ, ങ. അടുത്തത് എന്താ? ച, ച, ഛ, ജ, ഛ, ഞ. ഓക്കെ. അടുത്തത് എന്താ? ട, ട, ഠ, ഡ, ഠ, ണ. നെക്സ്റ്റ് ത. അപ്പൊ ത, ഥ, ദ, ഥ, ന. ലാസ്റ്റ് ഫിഫ്ത് വൺ പ, ഫ, ബ, ഫ, മ. കിട്ടിയാ? പിന്നെ ഇത് ഓർക്കാൻ ബുദ്ധിമുട്ടില്ല, എളുപ്പമാണത് പറയാനായിട്ട്. നോക്കിയേ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യത്തെ ഈ 5 ലൈൻ നമ്മൾ ഓർത്തിരുന്നാൽ ബാക്കിത്തെ ഇത് പെട്ടെന്ന് കിട്ടും. ഇത് പറയാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ 5 എണ്ണം പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ക, ഖ, ഗ, ഖ, ങ. ക, ഖ ശബ്ദത്തിന്റെ വ്യത്യാസം കേട്ടോളൂ ട്ടാ. ക, ഖ, ഗ, ഖ, ങ. ച, ഛ, ജ, ഛ, ഞ. ട, ഠ, ഡ, ഠ, ണ. ത, ഥ, ദ, ഥ, ന. പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. ഓക്കെ അല്ലേ? സെറ്റായോ? കിട്ടിയോ? അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മള് ഇത്രയും പഠിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങള് ഒരുമിച്ച് നമ്മള് കാണുകയാണ്, ഓർഡറിൽ നമ്മൾ കാണുകയാണ്. കണ്ടോ? ഇതാണ് ആദ്യത്തെ ലൈൻ. ക, ഖ, ഗ, ഖ, ങ. കണ്ടോ? രണ്ടാമത്തത് ച, ഛ, ജ, ഛ, ഞ. ട, ഠ, ഡ, ഠ, ണ. ത, ഥ, ദ, ഥ, ന. പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ര, റ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം ഒരുമിച്ച്. ഇതാണ് ഇതിന്റെ ഓർഡർ. വ്യഞ്ജനാക്ഷരങ്ങളുടെ ക്രമം ഇങ്ങനെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് പല ഓർഡറിലാണ് അല്ലേ? അത് നിങ്ങൾക്ക് വാക്കുകൾ കിട്ടാനും ഉദാഹരണങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അക്ഷരങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റും. ഓർഡർ തെറ്റരുത്. ടീച്ചർ പ്രത്യേകം പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഓർക്കണം. കച്ചട തപ. കണ്ടാ? ഈ ഓർഡർ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഓരോ ലൈൻ ക്രമം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കച്ചട തപ. ക, ക, ഖ, ഗ, ഖ, ങ. ച, ച, ഛ, ജ, ഛ, ഞ. ട, ട, ഠ, ഡ, ഠ, ണ.
ത ത ഥ ദ ഥ ന പ പ ഫ ബ ഫ മ ലാസ്റ്റ് യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഓക്കെ അല്ലേ? യെസ്. കേട്ടോ, ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ ചാർട്ട്. നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ തന്നെയാണ് ചാർട്ടിൽ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചാർട്ടിൽ കാണിക്കുമ്പോൾ, പല പല കളറിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ഓർത്തിരിക്കാൻ എളുപ്പമാവും അല്ലേ? ഓർഡർ വരുമ്പോൾ അയ്യോ ഏത് ഓർഡർ ആണാവോ എന്ന് ചിന്തിക്കുമ്പോൾ ടീച്ചർ ചാർട്ട് കാണിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ വരും. അപ്പം ടീച്ചർ ആദ്യം എഴുതിയത് ക, പിന്നെ ച, അടുത്തത് ത, പിന്നെ ത, പിന്നെ പ അല്ലേ? ഇങ്ങനെ ഒരു റെഡ് കളർ ചാർട്ടില് പല പല കളറിലാണ് ടീച്ചർ അത് എഴുതിയത് എന്ന് ഓർമ്മ വരും. ഒന്ന് പറഞ്ഞാലോ? ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ. കണ്ടോ? ഓർഡർ മറക്കരുത്. ഈ ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിലോ സ്ലേറ്റിലോ പേപ്പർ എടുത്തിട്ടോ, വെറുതെ പേപ്പറിൽ എഴുതരുത്, പേപ്പറിൽ റഫായിട്ട് എഴുതുക. പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നല്ല നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അത് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങളുടെ പേരൻസിനോട് ഹെൽപ്പൊക്കെ ചോദിക്കുക. വെറുതെ പേപ്പറിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ റഫായിട്ടൊക്കെ എഴുതുമ്പോൾ പേപ്പറിൽ എഴുതാം, എഴുതി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്, അത് കുഴപ്പമില്ല. പക്ഷെ നോട്ടായിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പേപ്പറിൽ എഴുതിയത് എവിടെയെങ്കിലുമൊക്കെ പറന്നൊക്കെ പോവാം അല്ലേ? നോട്ട്ബുക്ക് ആവുമ്പോൾ ഇത് സേഫ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഓർഡറിൽ നമ്മൾ ഇത്രയും ദിവസം പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങള്, വാക്കുകൾ ഉദാഹരണം പഠിച്ചു, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ പഠിച്ചു. ഇന്നാണ് നമ്മൾ മുഴുവനായിട്ടും ഒരുമിച്ച് കാണുന്നത് അല്ലേ? അപ്പൊ ടെൻഷനൊന്നും അടിക്കണ്ട. അക്ഷരങ്ങൾ നിങ്ങൾക്ക് പരിചയമാണ് അല്ലേ? അക്ഷരങ്ങൾ നിങ്ങൾക്ക് വാക്കുകൾ എക്സാമ്പിൾ ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് പരിചയമാണ്. ചിഹ്നങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് പരിചയക്കുറവൊന്നുമില്ല എന്ന് ടീച്ചറിന് അറിയാം. ഓർഡർ തെറ്റിപ്പോവാതിരിക്കാൻ ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഈ ഓർഡറിൽ നിങ്ങൾ റഫായിട്ട് ആദ്യം പേപ്പറിൽ എഴുതുക. എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ക ഖ ഗ ഘ ങ എഴുതിയപ്പോൾ ഏതെങ്കിലും അക്ഷരം മിസ്സായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേഗം ക്ലാസ് എടുത്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? കറക്ഷൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് എല്ലാം പഠിച്ച് സെറ്റായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ എല്ലാം പഠിച്ചു, എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും ഓർഡറിൽ എഴുതാൻ പഠിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ പേരൻസിന്റെ ഹെൽപ്പോട് കൂടി നോട്ട്ബുക്കിലേക്ക് അക്ഷരങ്ങൾ എഴുതണം. ഓക്കെ, ഇപ്പൊ നോട്ട്ബുക്ക് എവിടെയും പറന്നൊന്നും പോവില്ലല്ലോ അല്ലേ? അപ്പൊ ഓർഡർ തെറ്റാതെ പഠിക്കുക. ടീച്ചർ എങ്ങനെയാ ഓർഡർ തെറ്റാതെ പഠിക്കാനായിട്ട് പറഞ്ഞ എങ്ങനെയാ? ക ച ട ത പ. ഈ ഓർഡർ ഓർത്തിരിക്കുക. കച്ചട തപ. എന്ത് ഓർഡറാണ്? കച്ചട തപ. കണ്ട? അപ്പൊ നിങ്ങക്ക് ഈ ഓരോ ലൈനും ഓർക്കാൻ പറ്റും. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ ഷ. വ്യത്യാസമുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞില്ലേ? ശ ഷ ശ ഷ ശ ഷ സ ഹ ള ഴ റ ഴ ഴ മഴ. കണ്ടോ? ഓർഡർ തെറ്റരുത്, പ്രത്യേകം പറയാണ്. ഇത് ഒരുമിച്ച് കാണുമ്പോ അയ്യോ ടീച്ചറെ ഞങ്ങൾക്ക് ടെൻഷനാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ അക്ഷരങ്ങളും അറിയാം. പക്ഷെ ഓർഡറിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് മാത്രമാണ് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ക്ലാസ് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായി അത് പഠിക്കുക. എങ്ങനെ ഓർഡറിൽ എഴുതാമെന്നുള്ളതും ടീച്ചർ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. കച്ചട തപ. കണ്ട? ക ച ട ട പ.
ഇതാദ്യം നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഓരോന്ന് ഓർമ്മ വരും. ആദ്യത്തെ ലൈൻ ഏതാണ്? ക ക ഖ ഗ ഘ ങ. അടുത്തത് കച്ചട തപ ച ച ഛ ജ ഛ ഞ. അടുത്തത് ക ച ട ട ട ഡ ട ണ. പിന്നെന്താ? ക ച ട ത ത ഥ ദ ഥ ന. പിന്നെ ക ച ട ത. പിന്നെ പ പ ഫ ബ ഭ മ. കിട്ടിയാ? അങ്ങനെയാണ് ഓർഡറിൽ ഓർക്കേണ്ടത്. കച്ചട തപ. ഇനി ലാസ്റ്റത്തെ പഠിക്കുക. യ ര ല വ ശ ശ ശ. എന്താണ്? ശ ഷ സ ഹ ള ഴ റ. കിട്ടിയില്ലേ? തെറ്റുകൂടാതെ പഠിക്കുക. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട്, ഓർഡർ തെറ്റാതിരിക്കാനായിട്ട് ടീച്ചർ പറഞ്ഞ രീതിയിലൂടെ തന്നെ പോകാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മനസ്സിലായോ? എല്ലാ ദിവസവും ഏതാണോ, ഏത് ഭാഗമാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് കൂടുതലായി സമയം കൊടുത്ത് പഠിക്കുക. മനസ്സിലായോ? അപ്പോഴാണ് നമുക്കത് ഈസി ആയിട്ട് വരുള്ളൂ. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കുറച്ച് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുക. അപ്പം എന്തായി മാറും? അത് എളുപ്പമായിട്ട് മാറും. ഓക്കെ. അപ്പോൾ നന്ദി. ശുഭദിനം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.